3 കൊല്ലം കൊണ്ട് ഓടിയ കിലോമീറ്ററാണ് 70,201 കിലോമീറ്റർ. റിയറിലെ ബ്രേക്ക് ഫ്ലൂയിഡ് പോലും ഇല്ല. ഷോക്കിലൊക്കെ ആണെങ്കിൽ തുരുമ്പ് വരെ വന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈഡേഴ്സ് പാരഡൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജിൻ്റെ പൾസർ N160 ആണ്. ഇതിൻ്റെ ഒരു ലോങ് ടേം വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് 3 വർഷം കൊണ്ട് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 70,000 കിലോമീറ്ററാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉള്ള ഒരാളുടെ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പുവർ കണ്ടീഷനിലായിട്ടിരിക്കുന്ന ഒരു പൾസർ കൂടിയാണിത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറഞ്ഞുതരാം. ഇതെങ്ങനായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ബാക്ക് സൈഡ് കണ്ടോ, 2 ഇൻഡിക്കേറ്റേഴ്സും ഇല്ല. ഇതുവരെ അത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് പാനലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഒരുപാട് വട്ടം താഴെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ടാങ്കിനൊക്കെ കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു പാനൽസിന് യാതൊരു വിധമായ വൈബ്രേഷനോ ഇളകിപ്പോയി അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. റാറ്റ്ലിംഗ് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ പക്കയായിട്ട് തന്നെയാണ് ബജാജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് സെക്ഷനൊക്കെ സ്ക്രാച്ചായി പോയതാണ് വീഴ്ചയിലൊക്കെ. മഡ് ഗാർഡിനൊന്നും യാതൊരു വിധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്. കാര്യം എന്താണ്ട് ഈ ഒരു ലിവറൊക്കെ കണ്ടോ, അതൊക്കെ തേഞ്ഞു പോയി അമ്മാതിരി വീഴ്ചയൊക്കെയാണ് വീണിട്ടുള്ളത്. ഈ സൈഡൊക്കെയാണ് കംപ്ലീറ്റ് സ്ക്രാച്ചായി മൊത്തം പോയിരിക്കുകയാണ്. പക്ഷേ പാനലിന് പൊട്ടലോ അല്ലെങ്കിൽ റാറ്റ്ലിംഗ് സൗണ്ടോ യാതൊരു വിധമായ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഷോക്കിനകത്തൊക്കെ കുറച്ച് തുരുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു ബജാജിൻ്റെ വണ്ടിക്കകത്ത് ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ബജാജിൻ്റെ കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ യൂസർ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യത്ത് പോലും ഇല്ല. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ബൈ ഫങ്ഷണൽ LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഇത് അത്യാവശ്യം നല്ല ത്രോ ആണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ DRലൊക്കെ കുറച്ച് മഞ്ഞ കളറായി. പിന്നെ ഇതിൻ്റെ ബ്രേക്സിലേക്ക് വരുവാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ഉള്ള ക്രെമക്കയുടെ കാലിപ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡ് പോലും ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബ്രേക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഈ വണ്ടിക്കകത്ത് ചെയിൻ ടൈറ്റിങ്ങോ ലൂവിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഇത് 2 വട്ടം മാത്രമാണ് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബജാജ് ഈ വണ്ടി അവരുടെ റിസർച്ച് പ്ലാനിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഈ വണ്ടിക്കകത്ത് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തണം. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മിറാക്കിൾ തന്നെയാണ് ഈ എഞ്ചിൻ. കാര്യം 1 വർഷമായിട്ട് ഈ വണ്ടിയുടെ ഓയിലോ കാര്യങ്ങളോ ഒന്നും മാറ്റിയിട്ടില്ല. പുള്ളിയുടെ യൂസ് പ്രകാരം ഏകദേശം 1 വർഷം 22,000 കിലോമീറ്ററോളം വണ്ടി ഓടുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വണ്ടി പിസ്റ്റൺ പിടിക്കുകയോ വണ്ടി വഴി കിടക്കുകയോ യാതൊരു വിധമായ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഈ വണ്ടി കിടന്നങ്ങ് ഓടുകയാണ്. പിന്നെ വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി മീറ്ററിൻ്റെ സ്വിച്ചസൊക്കെ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടുണ്ട്. യൂസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ട്രിപ്പ് 1-ൻ്റെയാണ്. 61 km/ലിറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നോർമലി ഇതിന് കിട്ടുന്ന മൈലേജ് 50-55 ആയിരുന്നു. ഇതിപ്പം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഓയിലിന് കട്ടിയില്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു 3 വർഷം 70,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ അവസ്ഥയാണ്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു വണ്ടിയുടെ കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ ഇനി ഈ വണ്ടി കൊടുത്തതിന് ശേഷം മിക്കവാറും പറയാൻ പോകുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ബജാജിൻ്റെ വണ്ടി റിലയബിൾ അല്ല, ബജാജിൻ്റെ വണ്ടി പെട്ടെന്ന് അലന്നു പോകും, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ വണ്ടി എടുത്തു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് വണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ഫ്രം ആദിത്ത്.